ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ മനു. സോ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞ 2-3 വീഡിയോ ആയിട്ട് എന്താണ് നമ്മൾ ട്രിഗ്നോമെട്രിയുടെ കുറേ ക്വസ്റ്റൻസ് ഒക്കെ ചെയ്ത് നോക്കിയായിരുന്നു. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷൻ എന്ന രീതിയിലാണ് നമ്മൾ ഈ വീഡിയോയിൽ പോകുന്നത്. സോ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇതാണ്. എന്താണ്? സൈൻ 600 കോസ് 750 പ്ലസ് സൈൻ 150 കോസ് 240 എന്നാണ് കൊടുക്കുന്ന ക്വസ്റ്റ്യൻ. അപ്പോൾ നോക്കി, നമുക്കറിയാം ഇത്ര വലിയ വാല്യൂസ് നമുക്കറിയില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യം കാണുമ്പോൾ ഇപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്യുമ്പോൾ എന്താ നിങ്ങൾ മെയിൻ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ജസ്റ്റ് ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഒന്ന് പോസ് ചെയ്തൊന്ന് എഴുതി നോക്കുക. അപ്പോൾ ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്ത് നിങ്ങൾ അത്ര നേരം എഴുതുമ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നുണ്ടെന്ന് പറയാം. ഒപ്പം തന്നെ നമ്മൾ എല്ലാം കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഇതിൻ്റെ ആൻസർ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ആൻസർ കറക്റ്റ് ആണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. സോ മാക്സിമം ആ ഒരു പാറ്റേണിൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്രയും നിങ്ങൾക്ക് ഗുണം ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ നോക്കുകയാണ്, ശ്രദ്ധിച്ച് നോക്കുക. സൈൻ 600 കോസ് 750 പ്ലസ് സൈൻ 150 കോസ് 240 എന്നാണ് നടക്കുന്നത്. നോക്കുമ്പോൾ വലിയൊരു ഇക്വേഷൻ ആണ്, എല്ലാം വലിയ വലിയ ടൈംസ് ആണ്. ഇതിനെങ്ങനെ സിംപ്ലിഫൈ ചെയ്യാമെന്നാണ് നോക്കാൻ പോകുന്നത്. സോ നമുക്ക് നോക്കാം. ഫസ്റ്റ് സൈൻ 600 കിടക്കുന്നത് ഫസ്റ്റ് അല്ലേ. സൈൻ 600 ആണ് ആദ്യം കിടക്കുന്നത്. സോ സൈൻ 600 എന്താണ് ശരിക്കും? നമുക്കിപ്പോൾ 360നേക്കാൾ വലിയൊരു വിലയാണ്. അപ്പോൾ നമുക്ക് അതിനെ എന്താക്കണം? 360 അണ്ടറിൽ ഒരു നമ്പർ ആക്കണം. അപ്പോൾ എന്ത് ചെയ്താൽ നമുക്ക് 360 കുറച്ചാൽ മതി. അപ്പോൾ സൈൻ 600 ഡിഗ്രി എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആണ്? സൈൻ 360 പ്ലസ് 240 ഈക്വൽ ആണ്. സോ ഇതിൻ്റെ ആൻസർ എന്താ വരിക? സൈൻ 240 എന്ന് കിട്ടും കേട്ടോ. സൈൻ 240ക്ക് തുല്യമാണ് സൈൻ 600ന്റെ വില. അപ്പോൾ ഇത് നോട്ട് ചെയ്ത് വെച്ചേക്കാം, കാരണം അത് ആവശ്യമുണ്ട് കേട്ടോ. ഇനി അടുത്ത വില നോക്കാം. ഇത് നമുക്ക് അടുത്ത വില നോക്കാം. അടുത്ത വില എന്തായിരുന്നു? കോസ് 750 ആയിരുന്നു. എന്തായിരുന്നു? കോസ് 750 ആയിരുന്നു. കോസ് 750 ഭയങ്കര വലിയ വിലയാണ്. ഇതും എന്ത് ചെയ്യണം? 360 ടൈംസിലേക്ക് ആക്കണം. നോക്കുമ്പോൾ എന്താണ്? 360 750 360 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും എന്ന് നോക്കാം. എത്ര വരും? എനിക്ക് തോന്നുന്നു 750 അടുത്തുള്ള 360 മൾട്ടിപ്പിൾ എന്ന് 720 ആണ് അല്ലേ. 720 ആണ് 750 കുറച്ചുകൂടി അടുത്ത് കിടക്കുന്നത് അല്ലേ. 360 × 2 ആണ് 720. അപ്പോൾ അത് കുറച്ചാലും മതി. അപ്പോൾ എന്ത് കിട്ടും? ഇതിൻ്റെ ആൻസർ വരിക കോസ് 720 പ്ലസ് 30 ആണ് അല്ലേ. കോസ് 720 പ്ലസ് 30 വരും. ഇതിൻ്റെ ആൻസർ എന്താ വരിക? ഇതിൻ്റെ ആൻസർ വരിക കോസ് 30 എന്നാണ് കേട്ടോ. ഇതിൻ്റെ ആൻസർ കോസ് 30 എന്ന് വരിക. കോസ് 750 ഈക്വലന്റ് ആണ് എന്ത്? കോസ് 30. ഇപ്പം ഇതും നോട്ട് ചെയ്ത് വെച്ചേക്കുക. അടുത്ത ടൈം ഉള്ളത് എന്താണ്? സൈൻ 150 ആണ്. സൈൻ 150 ആണ് ഒരു നമ്പർ ഉള്ളത്. ഇപ്പം ഈ സൈൻ 150 നമുക്ക് എന്തെങ്കിലും ചെറുതാക്കണം അല്ലേ. സൈൻ 150 നമ്മൾ എന്ത് ചെയ്യണം? നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്ത് ചെറുതാക്കണം. ഇപ്പോൾ സൈൻ 150 എന്ന് പറയുമ്പോൾ എത്രയാണ് നമുക്ക് എഴുതാൻ പറ്റുക? സൈൻ 180 മൈനസ് 30 എന്ന് എഴുതാം. എഴുതിക്കൂടെ? സൈൻ 180 മൈനസ് 30 എന്ന് എഴുതാം. ഇതിന്റെ ആൻസർ എന്താണ്? റൊട്ടേഷൻ വെച്ച് നോക്കുമ്പോൾ എന്താണ്? സൈൻ 30ക്ക് ഈക്വൽ ആണ് അല്ലേ. സൈൻ 30ക്ക് ഈക്വൽ ആണ്. ഇനി നമുക്ക് ക്വസ്റ്റിലേക്ക് തിരിച്ചു പോകാം കേട്ടോ. നമുക്ക് ക്വസ്റ്റിലേക്ക് തിരിച്ചു വരുമ്പോൾ എന്താണ്? ഇവിടെ തന്നെ സൈൻ 600 സൈൻ 750 കോസ് 750 പ്ലസ് സൈൻ 150 കോസ് 240 എന്നാണ്. നമുക്കറിയാം സൈൻ 600 എത്രയാണ്? സൈൻ 240ക്ക് ഈക്വൽ ആണ് നമ്മൾ പറഞ്ഞു. ഇനി കോസ് 750 എന്താണ്? കോസ് 30ക്ക് ഈക്വൽ ആണെന്ന് പറഞ്ഞു അല്ലേ. കോസ് 30ക്ക് ഈക്വൽ ആണെന്ന് പറഞ്ഞു. പ്ലസ് സൈൻ 150 ഏതാണ്? സൈൻ 30ക്ക് ഈക്വൽ ആണ് നമ്മൾ പറഞ്ഞു. പിന്നെ എന്താണ്? കോസ് 240 ആണ്. അപ്പോൾ അങ്ങനെ എഴുതാം, കോസ് 240 എന്ന് തന്നെ എഴുതാം. നോക്കിയേ, സൈൻ എ കോസ് ബി പ്ലസ് സൈൻ ബി കോസ് എ അല്ലെങ്കിൽ കോസ് എ സൈൻ ബി. ഇത് എന്തിൻ്റെ ഇക്വേഷൻ ആണ്? എന്തിൻ്റെ ഇക്വേഷൻ ആണത്? ഇത് സൈൻ എക്സ് പ്ലസ് വൈയുടെ ഇക്വേഷൻ ആണല്ലേ. സൈൻ എക്സ് കോസ് വൈ പ്ലസ് കോസ് എക്സ് സൈൻ വൈ എന്ന് പറയുന്നത് സൈൻ എക്സ് പ്ലസ് വൈയുടെ ഇക്വേഷൻ ആണല്ലേ. അപ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാം, ഇക്വേഷൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ എന്ത് വരും? സൈൻ 240 പ്ലസ് 30 എന്ന് വരും. എന്ത് വരും? സൈൻ 240 പ്ലസ് 30 എന്ന് വരും. അപ്പോൾ ആൻസർ എന്താ വരിക? സൈൻ 270 എന്ന് വരും. സൈൻ 270 എന്ന് വരും. സൈൻ 270യുടെ വില എത്രയാ? സൈൻ 270 എന്ന് പറയുമ്പോൾ സൈൻ 3π/2 ആണ് അല്ലേ. റേഡിയനിൽ പറയുമ്പോൾ സൈൻ 3π/2 ആണ്. ഇതിന്റെ ആൻസർ വരിക -1 ആണ്. -1 ഏത് ഓപ്ഷൻ വരിക? നോക്കിയേ, -1 ഏത് ഓപ്ഷൻ ഉള്ള? ഓപ്ഷൻ ഡി ആണ്. -1 ഏത് ഓപ്ഷൻ ഉള്ളത്? ഓപ്ഷൻ ഡി ആണ്. എന്താണ്? ഓപ്ഷൻ ഡി -1 ഇവിടെ കിടപ്പുണ്ട്. അപ്പൊ ആൻസർ എന്താ വരിക? -1 ആണ് ആൻസർ വരിക. ക്ലിയർ ആണല്ലോ? വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് എന്ത് വിചാരിക്കും?
അയ്യോ ഇതിന്റെ വില ഒന്നും നമുക്ക് അറിയില്ലല്ലോ, നമ്മൾ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരിക്കുമ്പോൾ ഇത്തരത്തിലൊരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്താൽ എന്താണ് ഇതിന്റെ ആൻസർ നമുക്ക് വേഗം എത്തി ഇല്ലേ? ഇതിന്റെ ആൻസറിലേക്ക് നമ്മൾ ചടയെന്നാണ് ഓടിയെത്തി അല്ലേ? അപ്പൊ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ ആണ് പൊതുവേ നമുക്ക് റെയിൽവേ SSC പരീക്ഷകൾക്ക് ചോദിക്കാറ്. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി ഇതാണ് പറയുന്നത്. ടാൻ ബിയുടെ വില 5 തന്നിട്ടുണ്ട്. കണ്ടുപിടിക്കേണ്ടത് കൊസീക് ബി പ്ലസ് സൈൻ ബി ബൈ സീക് ബി മൈനസ് കോസ് ബി മൈനസ് സീക് ബി എന്നാണ് അല്ലെ? നമുക്ക് ടാൻ ബിയുടെ വില തന്ന സ്ഥിതിക്ക് നമുക്ക് ബാക്കിയുള്ള വില കണ്ടുപിടിച്ചൂടെ? സൈനും കോസും ടാനും എല്ലാം കണ്ടുപിടിക്കാം. സൈനും സീക്കും കൊസീക്കും കോട്ടും എല്ലാം കണ്ടുപിടിക്കാം അല്ലെ? കോസും ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് നോക്കാം, ആ ഒരു മെത്തേഡിൽ ഫോളോ ചെയ്യാം. അപ്പൊ ആ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? നമ്മൾ ജസ്റ്റ് ഒരു ട്രയാങ്കിൾ വരച്ച് നോക്കും അല്ലെ? ഒരു ട്രയാങ്കിൾ വരച്ച് നോക്കും. ടാൻ ബി എന്ന് പറയുമ്പോൾ ഇതാണ് നമ്മുടെ ബി എന്ന ആംഗിൾ എന്ന് വിചാരിക്കുക. അപ്പോ ടാനിന്റെ വില എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് ആണ്. ഓപ്പോസിറ്റ് സൈഡ് അപ്പോൾ 5 ആണ്, അഡ്ജസന്റ് സൈഡ് 3 ആണ്. അങ്ങനെയാണെങ്കിൽ ഹൈപ്പോട്ടിനസ് എത്ര വരും നോക്കാം. ഹൈപ്പോട്ടിനസ് എത്ര വരും? റൂട്ട് ഓഫ് 5 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ, അതായത് റൂട്ട് ഓഫ് 34 എന്ന് വരും. അങ്ങനെ കിടക്കട്ടെ, ഒന്നും മാറ്റാൻ നിൽക്കണ്ട, അവിടെ ഇരുന്നോട്ടെ, ഇത് പണിയാനൊന്നും നിൽക്കണ്ട, റൂട്ട് 34 തന്നെ കിടക്കട്ടെ. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ എന്തൊക്കെ നമുക്ക് കണ്ടുപിടിക്കണം? ഇവിടെ സൈനും കൊസീക്കും വേണം, കോസ് സീക്കും വേണം. സൈനും കോസും കണ്ടുപിടിച്ചാൽ പോരെ? സൈൻ ബി എന്ന് പറയുന്നത് എത്രയായിരിക്കും? അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിനസ് ആയിരിക്കും. 5 ബൈ റൂട്ട് 34 എന്ന് വരും. കോസ് ബിയുടെ വില എന്ത് വരും? കോസ് ബിയുടെ വില എന്ത് വരും? അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ് എന്ന് വരും അല്ലേ? അപ്പൊ നമുക്ക് രണ്ട് വിലയും കിട്ടി. എന്താണ്? സൈനിന്റെയും കിട്ടി, കോസിന്റെ വിലയും നമുക്ക് കിട്ടി. ഇനി നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അതിനകത്തേക്ക് അല്ലേ? സൈനിന്റെ റെസിപ്രോക്കലാണ് കൊസീക്ക്, കോസിന്റെ റെസിപ്രോക്കലാണ് സീക്ക്. നേരെ ഇട്ട് കൊടുക്കാം. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതാണ് അല്ലെ? നമുക്ക് സൈനിന്റെയും കോസ്ബിയുടെയും വില നമുക്ക് കിട്ടി ഓൾറെഡി. അപ്പൊ എന്താണ്? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സൈൻ ബിയുടെ വില 5 ബൈ റൂട്ട് 34 ആയത്. അപ്പൊ കൊസീക് ബിയുടെ വില റൂട്ട് 34 ബൈ 5 എന്ന് വരും. സോ എഴുതാം റൂട്ട് 34 ബൈ 5 പ്ലസ് 5 ബൈ റൂട്ട് 34 ഡിവൈഡഡ് ബൈ കോസ് ബി ആണ്. കോസ് ബി എന്തായിരുന്നു? 3 ബൈ റൂട്ട് 34 മൈനസ് റൂട്ട് 34 ബൈ 3. അപ്പോൾ നോക്കിയേ, ഇതിനായിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, ഇതിനായിട്ട് നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? റൂട്ട് 34 ഇൻറ്റു റൂട്ട് 34 34 ആണ്. മുകളിൽ എന്ത് വരും? 34 പ്ലസ് 5 ബൈ 5 റൂട്ട് 34 ഡിവൈഡഡ് ബൈ 9 മൈനസ് 34 ബൈ 3 റൂട്ട് 34 എന്ന് വരും. ഓക്കെ, ഇപ്പോൾ ഈ റൂട്ട് 34ഉം ഈ റൂട്ട് 34ഉം കട്ടായി പോയി, കട്ട് പേസ്റ്റ്, അത് അത്രേ ഉള്ളൂ സംഭവം. ഇനി എന്താണ്? ബാക്കിയുള്ളതൊക്കെ ആഡ് ചെയ്ത് നോക്കാം. ബാക്കിയുള്ളതൊക്കെ ആഡ് ചെയ്ത് നോക്കാം. ഇവിടെ 25 ആണ്, ഇവിടെ 25 ആണ്. ബാക്കിയുള്ളതൊക്കെ ആഡ് ചെയ്ത് നോക്കാം. അപ്പൊ എന്ത് വരും നോക്കാം? 34 പ്ലസ് 25, 34 പ്ലസ് 25 ഡിവൈഡ് ബൈ 5 ബൈ 9 മൈനസ് 34 ഡിവൈഡഡ് ബൈ 3 എന്ന് വരും. ക്ലിയർ ആണല്ലോ? 34 പ്ലസ് 25 എത്ര വരും? എത്ര വരും? 59 വരും അല്ലേ? എന്ത് വരും? 59 ബൈ 5 എന്ന് വരും. താഴെ എന്ത് വരും? മൈനസ് 25 ബൈ 3 എന്ന് വരും. ഇനി നമുക്ക് എന്ത് ചെയ്യാം? റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എന്ത് വരും നോക്കിയേ? 59 ബൈ 5 ഇൻറ്റു 3 മൈനസ് 3 ബൈ 25 എന്ന് വരും അല്ലേ? 59 ബൈ 5 ഇൻറ്റു മൈനസ് 3 ബൈ 25 എന്ന് വരും. അപ്പൊ ആൻസർ എന്താ വരിക നോക്കിയേ? ആൻസർ എന്താ വരും? കട്ട് ചെയ്ത് കളയാൻ ഒന്നുമില്ല അല്ലേ? കട്ട് ചെയ്ത് കളയാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല. അപ്പൊ നോക്കാം, 59 ഇൻറ്റു 3 എത്ര വരും? 150. 150 പ്ലസ് 27 എത്ര വരും? 150 പ്ലസ് 27 177 വരും. മുകളിൽ മൈനസ് 177 ബൈ 125 എന്നാണ് ആൻസർ വരുന്നത്. നമുക്ക് നോക്കാം ഓപ്ഷനിൽ ആൻസർ ഉണ്ടോ നോക്കാം. നോക്കിയേ, നമുക്ക് കിട്ടിയ ആൻസർ എന്തായിരുന്നു? മൈനസ് 177 ബൈ 125 എന്നായിരുന്നു. ഓപ്ഷൻ എ നോക്കിയേ, മൈനസ് 177 ബൈ 125 ആണ്. കുറച്ച് ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഇപ്പോൾ ട്രയാങ്കിൾ വെച്ച് കണ്ടുപിടിക്കുകയാണെങ്കിൽ ആ ഒരു മെത്തേഡിൽ കണ്ടുപിടിച്ചാണെങ്കിൽ കുറച്ച് ഈസി. നമുക്കറിയാവുന്ന മെത്തേഡ് നമ്മൾ ഫോളോ ചെയ്യുന്നത് ഏറ്റവും നല്ലത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിന് നല്ലൊരു മെത്തേഡ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ആ ഒരു മെത്തേഡ് ഫോളോ ചെയ്തോളൂ, കുഴപ്പമൊന്നുമില്ല. കാരണം കോമ്പറ്റേറ്റീവ് എക്സാംസിന് മറ്റേ
സ്റ്റെപ്സ് അല്ല ഇമ്പോർട്ടൻറ്റ്, സൊല്യൂഷൻ ആണ് ഇമ്പോർട്ടൻറ്റ് കേട്ടോ. പിന്നെ ആൻസർ വരിക -177/125 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ഇതൊരു പ്രാക്ടിക്കൽ ടൈപ്പ് ക്വസ്റ്റ്യൻ. എന്താണ്? എ ലാഡർ ലീനിങ് അഗെയിൻസ്റ്റ് എ വാൾ makes an angle theta with the horizontal ground such that tan theta equal to 12/5. If the height of the top of the ladder from the wall is 24 meter, then what is the distance in meter of the foot of the ladder from the wall? അതായത് ഒരു ഭിത്തിയിലേക്ക് നമ്മുടെ ഒരു കോണി ചാരി വെച്ചേക്കാണ്. അതൊരു ഭിത്തിയിലേക്ക് കോണി ഇങ്ങനെ ചാരി വെച്ചേക്കാണ്. അപ്പോൾ അവിടെ ഒരു ആംഗിൾ ഉണ്ടാവുന്നുണ്ട്. ആംഗിൾ എന്താ പറയുന്നത്? തീറ്റയാണ് കേട്ടോ. തീറ്റ എന്ന ആംഗിളിലെ ടാൻ വാല്യൂ 12/5 തന്നിട്ടുണ്ട്. ഒപ്പം തന്നെ തറയിൽ നിന്നും ഏണിയുടെ ടോപ്പിലേക്കുള്ള ആ ഡിസ്റ്റൻസ് ചാരി വെച്ചേക്കാണല്ലോ, ആ ഡിസ്റ്റൻസ് എത്രയാണ്? 24 മീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. നമ്മൾ ചോദിച്ചേക്കുന്നത് ആ ഭിത്തിയിൽ നിന്നും ഈ ഏണിയുടെ താഴ്വശത്തേക്കുള്ള ബോട്ടം പോയിന്റിലേക്കുള്ള ലെങ്ത് ആണ്, അഥവാ നീളമാണ് ചോദിച്ചേക്കുന്നത്. നമുക്ക് ഡയഗ്രാം വരച്ച് നോക്കാം. ഇത്തരത്തെ ചോദ്യങ്ങൾ മാക്സിമം വരുമ്പോൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഡയഗ്രാം വരച്ച് പഠിക്കണം കേട്ടോ. സോ നമ്മൾ ഡയഗ്രാം വരച്ചു കഴിഞ്ഞു. ഡയഗ്രാം നോക്കി, ഇതാണ് നമ്മുടെ ഡയഗ്രാം. എന്താണ്? ഇവിടെ ആംഗിൾ തീറ്റ ഉണ്ട്. തറയുടെ ഈ എൻഡിൽ നിന്നും ടോപ്പിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണ് നിൽക്കുന്നത്? 24 മീറ്റർ വന്നിട്ടുണ്ട്. ടാൻ തീറ്റയുടെ വില 12/5 ആണെന്ന് തന്നിട്ടുണ്ട്. നമുക്ക് അറിയേണ്ടത് എന്താണ്? ഈ പോയിന്റിൽ നിന്നും ഇവിടെ വരെയുള്ള ഈ ഡിസ്റ്റൻസ് ആണ് നമുക്ക് അറിയേണ്ടത്. ക്ലിയർ ആണല്ലോ? അപ്പൊ നമുക്ക് നോക്കാം എന്താ ഇക്വേഷൻ വരിക. ടാൻ തീറ്റനെ എടുക്കാം. ടാൻ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? ടാൻ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് ആണ് അല്ലേ? OPP/ADJ എന്ന് പറയാം അല്ലേ? അപ്പൊ ഇവിടെ ഓപ്പോസിറ്റ് സൈഡ് എന്താണ്? 24 ആണ്. അഡ്ജസന്റ് സൈഡ് നമുക്ക് പേര് കൊടുക്കാം സ്മോൾ ലെറ്റർ D. അപ്പൊ എന്താണ്? 24/സ്മോൾ ലെറ്റർ D എന്ന് പറയുന്നത് എന്താണ്? 12/5 ആണ്. നമുക്കറിയാം, നമുക്ക് ടാൻ തീറ്റയുടെ വില തന്നിട്ടുണ്ട്. എന്താണ്? 12/5. അപ്പൊ നമുക്ക് നോക്കാം D എന്ത് വരും? D എന്ന് പറയുന്നത് 24/12 × 5 എന്ന് വരും, വിച്ച് ഇസ് ഈക്വൽ ടു 2 × 5. ആൻസർ എന്ത് വരും? 10 മീറ്റർ എന്ന് കിട്ടും. ഇപ്പൊ ഡിയുടെ വില എത്ര കിട്ടും? 10 മീറ്റർ. നമുക്ക് ഓപ്ഷൻ ഉണ്ടോ നോക്കിയാൽ ആൻസർ? ഈ തറയിൽ നിന്നും ഏഴിനേക്കാൾ ദൂരമാണ് കിട്ടിയത്. എന്ത്? 10 മീറ്റർ. നമുക്ക് ആൻസർ നോക്കാം ഉണ്ടോ എന്ന്. നമുക്ക് നോക്കിയാലോ, നമുക്ക് 10 മീറ്ററിന് ആൻസർ കിട്ടി. നോക്കിയേ, ഓപ്ഷൻ ഡി എന്താണ് കിടക്കുന്നത്? നോക്കിയേ, 10 മീറ്റർ നടക്കുന്നത്. ഓപ്ഷൻ ഡി 10 മീറ്റർ നടക്കുന്നത്. വളരെ ഈസി ക്വസ്റ്റൻ അല്ലേ? നമുക്ക് ജസ്റ്റ് ഒരു ഡയഗ്രാം വരച്ചാൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് ആൻസർ കിട്ടുന്ന ഒരു ക്വസ്റ്റൻ ആണ് ഇത് അല്ലേ? അപ്പൊ നമുക്ക് ഇതുപോലത്തെ കുറച്ചൊരു ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പൊ അടുത്തൊരു ചോദ്യം നോക്കുന്നതിന് നമുക്കറിയാം എന്താണ്? നമ്മുടെ റെയിൽവേയുടെ എക്സാംസ് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്, ഗ്രൂപ്പ് ഡിയുടെ അല്ലേ? ഇപ്പൊ ഈ ഗ്രൂപ്പ് ഡിയുടെ എക്സാംസ് ഇനിയും പ്രിപ്പയർ ചെയ്ത് തുടങ്ങാത്തവർക്ക് ഒരു ഗോൾഡൻ അവസരമാണ് നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ ജോയിൻ ചെയ്യാൻ കിട്ടുന്നത്. സോ നമ്മൾ പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ബാച്ചിലേക്ക് ചേരാനുള്ള ഫോൺ നമ്പർ ഇവിടെ തന്നിട്ടുണ്ട്. ഇതാണ് ഫോൺ നമ്പർ. ഈ ഫോൺ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഈ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും തരുന്നതായിരിക്കും. മെന്റർഷിപ്പ് ഉൾപ്പെടെ എല്ലാ ഫെസിലിറ്റീസും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ ഈ കോഴ്സിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും ചേരാനുമായി ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കിയേ. എന്താണ്? sin square 52 + 2 + sin square 38 / 4 cos square 43 - 5 + 4 cos square 47 എന്നാണ് വന്നേക്കുന്നത്. കാണുമ്പോൾ എന്താ വമ്പം വലിയ വലിയ ഇക്വേഷൻസ്. ഇതൊക്കെ എങ്ങനെ ചെയ്യും? 52ന്റെ വില നമുക്ക് അറിയേയില്ല, പക്ഷേ വഴിയുണ്ട്, നമുക്ക് നോക്കാം. അപ്പൊ നോക്കിയേ, sin square 52 sin square 38 കാണുമ്പോൾ 52 38 ബന്ധം തോന്നുന്നുണ്ടോ? എന്ത് ബന്ധം തോന്നുന്നേ? ഈ 52 38 രണ്ടും ആഡ് ചെയ്ത് എത്ര കിട്ടും? നമുക്ക് എന്ത് കിട്ടും? 90 കിട്ടും, അറിയാലോ. അപ്പോൾ sin 38 എന്ന് പറഞ്ഞത് എന്തിനോട് ഈക്വൽ ആണ്? cos 52വിനോട് ഈക്വൽ ആണ് അല്ലേ? sin x = cos π/2 - x അല്ലെ cos 90 - x നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, ഇമ്പോർട്ടന്റ് ആയ ഒരു തിയറിയാണ് അല്ലേ? അപ്പോൾ sin 38 എന്തിനോട് ഈക്വൽ ആണ്? cos 52വിനോട് ഈക്വൽ ആണ്. നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ എന്ത് വരും നോക്കാം. എന്ത് വരും? ന്യൂമറേറ്റർ എന്തായി മാറും? sin square 52 + 2 + cos square 52 എന്ന് വരും. സോ
സൈൻ സ്ക്വയർ 52 പ്ലസ് കോസ് സ്ക്വയർ 52 എന്ത് കിട്ടും? സൈൻ സ്ക്വയർ 52 പ്ലസ് കോസ് സ്ക്വയർ 52 എന്ത് വരും? 1 വരും. അപ്പൊ ന്യൂമറേറ്റർ എന്തായി മാറി? 1 + 2 = 3 എന്നായി മാറി. അപ്പോൾ ന്യൂമറേറ്ററിന്റെ കാര്യം തീരുമാനമായി. എന്താണ്? 3 ആണ് ന്യൂമറേറ്റർ വരുന്നത്. നമുക്ക് ഡിനോമിനേറ്റർ നോക്കിയാൽ പോരെ. ഡിനോമിനേറ്റർ നോക്കാം. ഡിനോമിനേറ്ററിൽ എന്താ വരാൻ നോക്കാം. എന്താ പറയുന്നേ? 4 cos square 43 minus 5 plus 4 cos square 47. cos 43 cos 47. 43 plus 47 എത്രയാ? 90 ആണ്. അപ്പോൾ cos 47 നമുക്ക് എങ്ങനെ എഴുതാം? sin 43 എന്ന് എഴുതാം അല്ലേ? cos 47 നമുക്ക് എങ്ങനെ എഴുതാം? sin 43 എന്ന് എഴുതാം. നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ എന്ത് വരും നോക്കാം. നമുക്ക് ഡിനോമിനേറ്ററിനെ എന്താണ് സോൾവ് ചെയ്യാം. അപ്പൊ എന്ത് വരും? 4 cos square 43 minus 5 plus 4 sin square 43 എന്ന് വരും. 4 cos square 43 plus 4 sin square 43 എന്ത് വരും? 4 വരും. അങ്ങനെ 4 പുറത്തെടുക്കുമ്പോൾ എന്ത് വരും? sin square 43 plus cos square 43 എന്ന് വരും. അപ്പോൾ അവിടെ എന്താ വരിക? 4 ആണ് വരിക. അപ്പോൾ എന്താ ആൻസർ എഴുതാം? 4 minus 5 എന്ന് എഴുതാം, which is equal to -1. അപ്പോൾ നമ്മൾ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും വെട്ടി കുറച്ച് സിമ്പിൾ ആക്കി ഇല്ലേ? അപ്പോൾ നമുക്ക് ആൻസർ നോക്കാം. അവസാനത്തെ ആൻസർ നോക്കാം. ന്യൂമറേറ്റർ നമുക്ക് കിട്ടിയത് 3 ആയിരുന്നു. ഡിനോമിനേറ്റർ നമുക്ക് -1 കിട്ടി. അപ്പോൾ ആൻസർ എന്താ വരിക? -3 ആണ് വരിക. -3 ഏതാണ് ഓപ്ഷൻ? -3 എന്ന ഓപ്ഷൻ ഡി ആണ് അല്ലേ? ഓപ്ഷൻ ഡി -3 ആണ് നമുക്ക് ആൻസർ കിട്ടിയത്. വളരെ ഈസി ക്വസ്റ്റൻ അല്ലേ? കാണുമ്പോൾ നമുക്ക് എന്താണ് ഈ 42ന്റെയും 52ന്റെയും 30ന്റെയും വരെ നമുക്ക് അറിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അതിനെ സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് അറിയാവുന്ന രൂപത്തിലേക്ക് ആക്കണം. അതാണ് നമ്മൾ ചെയ്തത് കേട്ടോ. നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകാൻ. അടുത്ത ചോദ്യം നോക്കി. ഇതാണ് അടുത്ത ചോദ്യം. എന്താണ് പറയുന്നത്? 4 × cosec square 57 minus tan square 33 minus എന്താണ് cos 90 plus y into tan square 66 plus into tan square 22 equal to y/2 ആണ് എങ്കിൽ y-യുടെ വില എന്താണ്? നീട്ടി വലിച്ച് ചിത്രം എഴുതുമ്പോൾ തന്നെ കാണുന്ന ആൾക്കാർക്ക് പേടിയാവും. പക്ഷേ ഫസ്റ്റ് എൻ്റെ ഒരു കാര്യം നോട്ട് ചെയ്ത് ഒരിക്കലും മറക്കരുത്. cos 90 എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. അപ്പോൾ അത് മൈൻഡേ ചെയ്യണ്ട. അത് നമ്മൾ ഒഴിവാക്കി, അതിനോട് ഒഴിവാക്കി ഇട്ടേക്കാം. -0 എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് വിലയൊന്നുമില്ല. അപ്പോൾ ആ 0 എടുത്ത് കളഞ്ഞേക്കാം, നമുക്ക് ആവശ്യമില്ല അത്. ബാക്കി എഴുതുമ്പോൾ എന്ത് വരും? 4 cosec square 57 ഇവിടെ ബ്രാക്കറ്റ് ഉണ്ട് മൈനസ് tan square 23 എന്ന് വരും. ബാക്കി എന്താണ്? പ്ലസ് y ഇൻറ്റു tan square 66ഉം tan square 24ഉം. 66 plus 24 എത്രയാണ്? 90 ആണ്. അപ്പോൾ tan square 24നെ എങ്ങനെ എഴുതാം? നമുക്ക് tan 24നെ എന്താക്കി എഴുതാം? ഇസ് ഈക്വൽ ടു cot 66 എന്ന് എഴുതാം. സൈൻ കോസ് ആകുമ്പോൾ കോസ് സൈൻ ആകുകയും ചെയ്യും. അപ്പോൾ ടാൻ എന്തായി മാറും? കോട്ടായി മാറും. അപ്പോൾ tan 24 ഡിഗ്രി എന്തായി മാറും? cot 66 ഡിഗ്രി ആയിരിക്കും. അപ്പൊ tan square 66 × cot square 66 എത്ര വരും? 1 വരും. അപ്പൊ ഇവിടെ 1 ആണ് വരിക. ഓക്കെ. ബാക്കി അപ്പൊ ഇനി ഇപ്പൊ ഒട്ടുമിക്ക സ്ഥാനം നമ്മൾ സിംപ്ലിഫൈ ആയി കഴിഞ്ഞു. ഈക്വൽ ടു എന്താണ്? ഒരു y/2 ഉണ്ട്. അവിടെ ഇരിക്കട്ടെ, ഒന്നും ചെയ്യണ്ട കേട്ടോ. ബാക്കി നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. ഇപ്പൊ നമ്മൾ കുറെ സിംപ്ലിഫൈ ചെയ്ത ശേഷം നമ്മുടെ ക്വസ്റ്റിന്റെ ഇപ്പോഴത്തെ അവസ്ഥയാണ് ഈ കാണുന്നത്. എന്താണ്? 4 × cosec square 57 ഡിഗ്രി മൈനസ് tan square 33 ഡിഗ്രി പ്ലസ് y ഈക്വൽ ടു y/2. അപ്പോൾ ഇതിന് എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരിക്കുമ്പോൾ നമ്മൾ അടുത്ത ഒരു ട്വിസ്റ്റ് എഴുതുന്നത് എന്താണ്? 57 + 33 എത്രയാണ്? 90 തന്നെയാണ്. പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ cosec 57 എന്തായി മാറും? cosec 57 ഡിഗ്രി എന്തായി മാറും? sec 33 ആയി മാറും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ എന്ത് വരും? 4 × sec square 33 മൈനസ് tan square 33 ഡിഗ്രി എന്ന് വരും. പ്ലസ് ഒരു y ഉണ്ട്. ഇസ് ഈക്വൽ ടു
y/2 എന്ന് വരും. sec സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ എത്രയാണ്? 1 ആണ്. പ്രത്യേകിച്ച് കൺഫ്യൂഷൻ ഒന്നുമില്ല, 1 ആണ്. അപ്പൊ എന്ത് വരും? 4 + y = y/2 എന്ന് വരും. 4 + y = y/2 എന്ന് വരും. അപ്പൊ y യുടെ വില കണ്ടുപിടിച്ചൂടെ? നമുക്ക് എന്ത് കിട്ടി? 4 + y = y/2 എന്ന് കിട്ടി. സിംപ്ലിഫൈ ചെയ്യുക. എന്ത് വരും? 8 + 2y = y. 8 = -y. y = -8 എന്ന് കിട്ടും. y = -8 എന്ന് കിട്ടും. നമുക്ക് നോക്കിയാൽ ആൻസർ. നമുക്ക് -8 കിട്ടി. നോക്കിയേ, ഓപ്ഷൻ ഡി എന്താണ്? -8 ആണ് അല്ലേ? ഓപ്ഷൻ ഡി -8 ആണ്. അപ്പൊ -8 ആണ് നമ്മുടെ ആൻസർ. ക്ലിയർ ആണല്ലോ? കുറച്ച് ഈസി ക്വസ്റ്റ്യൻ ആണ്. കാണുമ്പോൾ കുറച്ച് പേടിയാവുമെങ്കിലും സിംപ്ലിഫൈ ചെയ്തെടുത്താൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ പോകണം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, എന്താണ്? sin a = 1/2. a is an acute angle, then find the value of tan a minus cot a by √3 × 1 + cos sec. കാണുമ്പോൾ എന്താ വമ്പം വലിയ സാധനമാണ്. പക്ഷേ ഒരു ചെറിയ കാര്യം പറഞ്ഞാൽ എന്താണ്? sin a = 1/2 ആണെങ്കിൽ എയുടെ വില എത്രയാ? 30 ഡിഗ്രി ആണ് അല്ലേ? എയുടെ വില 30 ഡിഗ്രി ആണ്. അപ്പോൾ എന്ത് കിട്ടും? a = 30 ഡിഗ്രി ആണെങ്കിൽ നമുക്ക് എന്തൊക്കെ പറയാം? tan a യുടെ വില 1/√3 ആണ്. cot a യുടെ വില √3 ആണ്. cosec a യുടെ വില എന്താണ്? 2 ആണ്. ഇത്രയും വില കിട്ടിയില്ലേ? ഇനി എന്തെങ്കിലും പാടുണ്ടോ? നേരെ ഇക്വേഷൻ ഇട്ട് കൊടുക്കാം. നോക്കാം. ഇക്വേഷൻ ഇട്ട് കൊടുക്കുമ്പോൾ എന്താണ്? നമ്മുടെ ഫോർമുല ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട ക്വസ്റ്റ്യൻ ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് വരും? 1/√3 -√3 ഡിവൈഡഡ് ബൈ √3 × 1 + 2 എന്ന് വരും. ഓക്കെ ആണല്ലോ? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? 1 - 3/√3 × 1/3√3 എന്ന് വരും. ക്ലിയർ ആണല്ലോ? 1 - 3/√3 × 1/3√3 എന്ന് വരും. അപ്പോ ന്യൂമറേറ്റർ എന്തായി മാറും? ന്യൂമറേറ്റർ -2 ആണ്. ഡിനോമിനേറ്റർ √3 × 3√3 എന്ത് വരും? 9 വരും. സോ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഏതാ വരിക? ഓപ്ഷൻ സി ആണ് വരിക. -2/9. -2/9 ആണ് നമ്മുടെ ആൻസർ വരുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. പക്ഷേ കാണുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ടഫ് ആയിട്ട് തോന്നും. അയ്യോ, ട്രയാങ്കിൾ വരച്ച് നോക്കണോ? അങ്ങനത്തെ കുറെ കാര്യങ്ങൾ. എപ്പോഴും മനസ്സിലാക്കുക, ഇത്തരത്തിൽ പരീക്ഷകൾക്ക് പോകുമ്പോൾ ബേസിക് ആംഗിളുകളുടെ സൈൻ, കോസ്, ടാൻ വിലകൾ പഠിച്ചു വെച്ചേക്കുക. അപ്പറയ്ക്കും ഇങ്ങനെയും എന്ന് പറഞ്ഞാൽ sin 30 1/2 ആണെന്നും 1/2 sin 30 ആണ്, 1/2 cos 60 ആണ് എന്നും പഠിച്ചു വെച്ചേക്കണം. അപ്പോൾ എങ്ങനെയാണ് ആവശ്യം വരാൻ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല കേട്ടോ. സോ ഇതൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ട് നോക്കിയ കുറച്ച് ക്വസ്റ്റ്യൻസ്. ഇപ്പൊ ഇത്തരത്തിലുള്ള കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് കമന്റ് ചെയ്യുക. ഒപ്പം തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.